ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പിലും നമ്മൾ കാണുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന 10 കൊല്ലം തേക്കാൻ പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനോട് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു വിപ്രതിപത്തിയുണ്ട്. കേരളം കണ്ട ഏറ്റവും മോശം സർക്കാരാണ് ഇതൊന്നും എനിക്ക് അഭിപ്രായമില്ല. എന്ന് മാത്രമല്ല, ഭരണം തീരെ മോശവുമല്ല. ഉള്ള വിഭവങ്ങളൊക്കെ വെച്ചിട്ടല്ലേ ഭരിക്കാൻ പറ്റുള്ളൂ. പിന്നെ കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി പരാധീനതയൊക്കെയുള്ള സമയത്ത് തീരെ മോശമല്ലാത്തൊരു ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പ് നടന്ന പല സർക്കാരുകളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ടൊരു സർക്കാരാണ് എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് പൊതുവെ അഭിപ്രായമില്ല. 5 കൊല്ലം ഭരിച്ച സർക്കാരിനോട് തന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു വിപ്രതിപത്തി ഉണ്ടാകാറുണ്ട്, ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാറുണ്ട്. ഇതിപ്പോൾ 10 കൊല്ലം തേക്കുന്ന സർക്കാരാണ്. അപ്പോൾ അതനുസരിച്ച് വിപരീത വികാരം കൂടുതലാണ്. അതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഭാഗികമായിട്ട് പ്രതിഫലിച്ചു. കാരണം എന്ന് വെച്ചാൽ അത് ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പാണ്. ദേശീയ തെരഞ്ഞെടുപ്പാകുമ്പോൾ കേന്ദ്ര വിഷയങ്ങളും ചർച്ചാ വിഷയവും. ലോക്കൽ ബോഡി ഇലക്ഷനിൽ അത് വളരെ പ്രാദേശികമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. പക്ഷേ അവിടെയും ഈ വികാരം ഏറിയും കുറഞ്ഞും വ്യക്തമായി. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളും സൃഷ്ടിച്ച ഒരു ടെമ്പോ അവിടെ നിലനിൽക്കുകയാണ്. അതിൻ്റെ തുടർച്ചയാണ്. ഇനി കേവലം 3 മാസത്തിനകത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും, തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കും. അപ്പോൾ വലിയ ഒരു മാറ്റം, അത്ഭുതകരമായ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ വളരെ അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഈ റിസൾട്ട് മാറാൻ സാധ്യതയുള്ളൂ. സാധാരണഗതിയിൽ ഈ UDF സാമാന്യം മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തോട്ട് അധികാരത്തിൽ വരാനുള്ള സാധ്യത ഇപ്പോൾ കാണും. ഈ ഭരണവിരുദ്ധ വികാരം പഴയ പോലെ LDFൻ്റെ വിപരീത വികാരം UDFിലേക്കും, UDFൻ്റെ വിപരീത വികാരം LDFിലേക്കും പോകുന്ന അവസ്ഥയിലുള്ളൂ. കാരണം BJP എന്ന് പറഞ്ഞ വേറൊരു പ്ലെയർ കൂടി ഇതിനകത്തുണ്ട്. അത് ഇപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലെ റിസൾട്ട് നമുക്ക് കാണാം. ഒരു പരിധിവരെ ഭരണവിരുദ്ധ വോട്ടുകൾ BJPയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ വലിയ വിഭാഗം UDFിലേക്കാണ് പോയത്. അതുകൊണ്ടാണ് UDFന് വിജയം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാനാണ് സാധാരണഗതിയിൽ സാധ്യത കാണുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം സാമാന്യമായിട്ട് ലോക്കൽ ബോഡി ഇലക്ഷനിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് മണ്ഡലത്തിൽ BJPയുടെ വോട്ട് വർദ്ധിച്ചു, വടകരയിൽ വർദ്ധിച്ചു, കണ്ണൂർ വർദ്ധിച്ചു, തിരുവനന്തപുരത്ത് അവർ വിജയത്തിൻ്റെ അടുത്ത് വരെ എത്തി. അതുപോലെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. എല്ലാവരും അത്ഭുതപ്പെടുത്തിയത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ സമാഹരിച്ച വോട്ടുകളാണ്. ചില അസംബ്ലി സെഗ്മെൻറ്റ്സിലൊക്കെ അവർക്ക് 2ാം സ്ഥാനത്ത് എത്താൻ പറ്റി. LDFിനേക്കാൾ കൂടുതൽ വോട്ട് BJP കിട്ടുന്ന കാഴ്ച അത് കേരളത്തിൽ പ്രത്യേകിച്ച് OBC വിഭാഗങ്ങൾ കൂടുതലുള്ള ഭാഗത്ത് കാണാൻ കഴിഞ്ഞു. പിന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ അവർ ജയിച്ചു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് താമര അടയാളത്തിൽ മത്സരിക്കുന്ന ഒരാൾ ജയിക്കുന്നത്. മുമ്പ് PC തോമസ് BJPയുടെ പിന്തുണയോട് കൂടിയിട്ട് 3000 രൂപ ജയിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് തൃശ്ശൂർ ഉണ്ടായിരുന്നത്. കോൺഗ്രസിൻ്റെ ഒരു തട്ടകമാണ്. അതുപോലെ ഇടതുപക്ഷ പാർട്ടികൾക്ക് വലിയ പ്രാമുഖ്യമുള്ള സ്ഥലമാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ശക്തനായ K മുരളീധരനായിരുന്നു. CPI സ്ഥാനാർത്ഥി 3 തവണ നിയമസഭാംഗവും 5 കൊല്ലം മന്ത്രിയുമായിരുന്ന VS സുനിൽകുമാറായിരുന്നു. വലിയ ജനസ്വീകാര്യതയുള്ള ആളാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും BJP അവിടെ കംഫർട്ടബിളായിട്ടുള്ള മാർജിനിൽ ജയിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു മുന്നേറ്റം BJP അവിടെ നടത്തി. അതുപോലെ ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ സാമാന്യം മെച്ചപ്പെട്ട നിലയിൽ വിജയിച്ചു. ഭൂരിപക്ഷത്തോടെ അടുത്ത സീറ്റുകൾ കരസ്ഥമാക്കി. ഭൂരിപക്ഷം തികഞ്ഞില്ലെങ്കിൽ പോലും ഭരിക്കാൻ ആവശ്യമുള്ള ഒരു അംഗസംഖ്യ അവർക്ക് കിട്ടി. അതുപോലെ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷം കിട്ടി. പാലക്കാട് നിലനിർത്തി. കൊടുങ്ങല്ലൂരിൽ വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. 42% വോട്ട് പിടിച്ചു. പ്രധാന പ്രതിപക്ഷമായി. ഭരണം പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. പല കോർപ്പറേഷനുകളിലും അവർ നില മെച്ചപ്പെടുത്തി. കോഴിക്കോട് കോർപ്പറേഷൻ പോലെ ഉള്ള സ്ഥലങ്ങളിൽ നില മെച്ചപ്പെടുത്തി. കൊച്ചി കോർപ്പറേഷനിൽ അവർ പിടിച്ചു നിന്നു. LDFിനുണ്ടായ പോലെ വലിയ പരാജയം BJPക്ക് ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ BJP ഭേദപ്പെട്ട രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുമാത്രം ആവർത്തിക്കാൻ കഴിയും, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വോട്ടിംഗ് പാറ്റേണിൽ ചെറിയ വ്യത്യാസം വരും. ലോക്കൽ ബോഡി ഇലക്ഷനെ പോലെയോ പാർലമെൻറ്റ് ഇലക്ഷനെ പോലെ അല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ വ്യത്യാസം വരും. പിന്നെ ഈ വോട്ടുകളുടെ ക്രമീകരണത്തിൽ, അതിൻ്റെ കേന്ദ്രീകരണത്തിലൊക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് BJP ഏതെങ്കിലും സീറ്റിൽ ജയിക്കുമെന്നോ അല്ലെങ്കിൽ ജയിക്കണമെങ്കിൽ എത്ര സീറ്റിൽ ജയിക്കുമെന്നോ നമുക്ക് ഈ സമയത്ത് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്ഥാനാർത്ഥി വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. എതിർ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്, പിന്നെ വോട്ട് ഷിഫ്റ്റിംഗ് ഉണ്ടാകുമോ. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില വിഭാഗങ്ങളൊക്കെ വോട്ട് അവർ ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് മറ്റൊരു സ്ഥാനാർത്ഥി കൂട്ടി. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ മണ്ഡലത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പൂഞ്ഞാറിൽ PC ജോർജ് ജയിക്കാതിരിക്കാൻ വേണ്ടി ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ അന്യതാ UDFന് വോട്ട് ചെയ്യേണ്ട ആളുകൾ വോട്ട് മാറ്റി ഇടതുമുന്നണി സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന് ചെയ്യുന്നു.
സെബാസ്റ്റ്യൻ ജയിക്കുന്നതും കണ്ടു. അത് ശരിക്കും യു ഡി എഫിൻ്റെ വോട്ട് ടോമി കല്ലാനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കല്ലാനി ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ ചെയ്യും. പക്ഷേ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ജയിക്കുമായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില സംഗതികളും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. അതൊക്കെ കൂടി വച്ചിട്ട് നമുക്കൊരു പ്രവചനം നടത്താൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ നിലയ്ക്ക് BJP ഏതെങ്കിലും സീറ്റുകൾ ജയിക്കും, അല്ലെങ്കിൽ ജയിക്കുകയാണെങ്കിൽ എത്ര സീറ്റ് ജയിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു പ്രവചനം നടത്താൻ പറ്റുകയില്ല. വോട്ട് ഷിഫ്റ്റിംഗ് പ്രത്യേകിച്ചും ഉണ്ടാകുകയാണെങ്കിൽ. ഇപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും അതുപോലെ ആലപ്പുഴ ജില്ലയിലും LDF സാമാന്യം ഭേദപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കി എന്നാണ്. 7 ജില്ലകളിലെ LDFനും 7 ജില്ലകളിൽ UDFനുമാണ് പ്രാമുഖ്യം കിട്ടിയത്. നമ്മൾ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കുമ്പോൾ വലിയ ജില്ലകൾ എന്ന് പറയുന്ന തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, അതുപോലെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, ഈ 10 ജില്ലകളാണ് നമ്മൾ പ്രധാനമായിട്ടും ജനസംഖ്യാനുപാതികമായിട്ട് വലിയ ജില്ലകൾ എന്ന് പറയുന്നത്. ചെറിയ ജില്ലകൾ എന്ന് പറയുന്നത് കാസർഗോഡ്, വയനാട്, ഇടുക്കി, പത്തനംതിട്ട. ഈ 7 ജില്ലകളിൽ UDF, 7 ജില്ലകളിൽ LDFും ജയിച്ചു എന്ന് പറയും. നമ്മൾ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ വലിയ ജില്ലകളിൽ ആണ് LDF കൂടുതൽ ജയിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, അതുപോലെ തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ. കോഴിക്കോട് ജില്ലയിൽ ചെറിയ വ്യത്യാസത്തിലാണ് അവർക്ക് ജില്ലാ പഞ്ചായത്ത് നഷ്ടപ്പെട്ടത്. പിന്നെ ചെറിയ ജില്ലയായിട്ട് അവർക്ക് കിട്ടിയത് കാസർഗോഡ് മാത്രമാണ്. നേരെ മറിച്ച് UDFന് കിട്ടിയത് അധികം ചെറിയ ജില്ലകളാണ്. എറണാകുളവും മലപ്പുറവും കോഴിക്കോടും കഴിച്ചാൽ പിന്നെ കിട്ടിയിട്ടുള്ളത് വയനാട്, പത്തനംതിട്ട, ഇടുക്കി പോലെയുള്ള ജില്ലകളാണ്. കോട്ടയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 7-7 എന്ന് പറഞ്ഞാൽ LDFനോട് അല്പം ഒരു പണത്തൂക്കം മുന്നിലെന്ന് നമുക്ക് പറയാം. LDFന് ഇപ്പോഴും കളി കയ്യിൽ നിന്ന് പോയിട്ടില്ല. ആഞ്ഞു പിടിച്ചാൽ ജയിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഭരണത്തോടുള്ള വലിയ വിപരീത വികാരമുണ്ട്. അതാണ് LDFൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു തടസ്സം, ഒരു ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് ഈ ഭരണവിരുദ്ധ വികാരമാണ്. അതില്ലെങ്കിൽ LDFന് ഇപ്പോൾ പോലും ഈ മത്സരം കയ്യിൽ നിന്ന് പോയിട്ടില്ല. അവർക്ക് ഫൈറ്റ് ചെയ്ത് വരാം. പിന്നെ അവർക്ക് മെച്ചപ്പെട്ട സംഘടനാ സംവിധാനമുണ്ട്. ഭേദപ്പെട്ട സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ പറ്റും. ചെറുപ്പക്കാരെ, സ്ത്രീകളെയൊക്കെ കൂടുതലായിട്ട് സ്ഥാനാർത്ഥികളായിട്ട് കൊണ്ടുവരാൻ പറ്റും. കാരണം പാർട്ടി ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ട്. പൊതുവെ പ്രതിച്ഛായ നഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികളെ മാറ്റി ഒരു പുതിയ ടീമിനെ രംഗത്തിറക്കി നല്ലപോലെ തെരഞ്ഞെടുപ്പ് പ്രചരണം സംഘടിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ LDFന് ഇപ്പോഴും തിരിച്ചുവരവിനൊരു സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ കിട്ടിയ പോലെ 99 സീറ്റോ ഒന്നും കിട്ടിയെന്ന് വരില്ല. എങ്കിൽ പോലും ഒരു 70, 72, 73 സീറ്റ്, അല്ലെങ്കിൽ 75, 80 സീറ്റ് വരെയൊക്കെ കൊണ്ടുപോകാനുള്ള സാമഗ്രി ഇപ്പോഴും LDFൻ്റെ ഉണ്ട്. അവർക്കത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ BJP ഇവരുടെ വോട്ടിൽ നിന്ന് എത്ര പിടിക്കും, എത്ര അടിച്ചു മാറ്റും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില അപ്രവചനീയമായ, അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. പരിപൂർണമായിട്ടും LDFനെ വൈറ്റ് വാഷ് ചെയ്യുന്ന ഒരു റിസൾട്ടാണ് ഈ വരാൻ പോകുന്നതെന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് UDFനാണ് മേൽക്കൈ ഉള്ളത്. മാത്രമല്ല ഈ സ്വതന്ത്രന്മാരുടെയും അല്ലെങ്കിൽ പാർട്ടി വിട്ട് പാർട്ടി മാറുന്നവരെയൊക്കെ എണ്ണം കണ്ടാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഐഷ പൂറ്റിയെ പോലുള്ള ഒരാൾ 3 തവണ MLA ആയ, 5 കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നതാണ്, പെട്ടെന്ന് കോൺഗ്രസിൽ ചേർന്നു. അത് തന്നെ ഒരു പോയിൻ്ററാണ്. ഞാൻ പറഞ്ഞത് ഈ കാറ്റിൻ്റെ ദിശ എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാവും. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അത്തിച്ചില്ലകൾ തളർക്കുകയും പ്രാവുകൾ കരയുകയും ചെയ്യുമ്പോൾ വേനൽക്കാലമായി എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു UDF തരംഗത്തിൻ്റെ ഒരു വാസന അടിക്കുന്നുണ്ട്, ഒരു മണം അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഐഷ പൂറ്റിയെ പോലെ ഇരുത്തം വന്ന ഒരു സഖാവ്, 3 തവണ MLA, 5 കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റുമായിരുന്ന ഒരാൾ പെട്ടെന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കോൺഗ്രസ് ആവും. അപ്പോൾ അതൊക്കെ നൽകുന്ന ഒരു സൂചന വളരെ വ്യക്തമാണ്. UDFന് വലിയൊരു തമ്പിങ് മെജോറിറ്റി കിട്ടിയേക്കാം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ശബരിമല വിഷയം ഭയങ്കരമായിട്ട് കൊണ്ടിട്ടുണ്ട്. ശബരിമല ഒരു ചെറിയ വിഷയമല്ല. ശബരിമല യുവതീ പ്രവേശനത്തെക്കാൾ കൂടുതലായിട്ട് ആളുകളെ വേദനിപ്പിച്ച, അല്ലെങ്കിൽ മുറിപ്പെടുത്തിയ ഒരു സംഭവമാണ്. അപ്പോൾ ഈ പൊതുവേ നോക്കിയാൽ അത് ഹിന്ദുക്കളെ മാത്രമല്ല മറ്റ് സമുദായക്കാരെ കൂടി ആശങ്കയിലായിരുത്തിയിട്ടുണ്ട്. കാരണം ഇതുപോലൊരു കൊള്ള, ഇതൊരു മോഷണമല്ലല്ലോ, പകൽ കൊള്ള, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളടക്കം അറിഞ്ഞുകൊണ്ട് നടത്തിയ കൊള്ള, അത് സ്വാഭാവികമായിട്ട് ജനങ്ങളെ വൈകാരികമായിട്ട് വല്ലാതെ ഉലച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അന്വേഷണം നടക്കുന്നുണ്ട്. പാർട്ടിയുടെ നേതാക്കന്മാരടക്കം ജയിലിൽ കിടക്കുകയാണ്. പക്ഷേ അത് പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നില്ല. മാത്രമല്ല, ഈ മന്ത്രി അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്ത്രി അറസ്റ്റ് ചെയ്തു എന്നുള്ളത്, ഇയാളെ ബലിയാടാക്കുകയാണെന്നുള്ളൊരു തോന്നലും ജനങ്ങളുടെ ഇടയിലുണ്ട്. സത്യം എൻ്റെ അഭിപ്രായത്തിൽ തന്ത്രിയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. കാരണം അയാളറിയാതെ ഇങ്ങനൊരു കൊള്ള അവിടെ നടക്കില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷേ അത് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് തിരിച്ചുള്ളൊരു വികാരമാണ്. അതൊരു വിഷയമാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം തീർച്ചയായിട്ടും UDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്, അപമാനമാണ്. കാരണം ഇയാൾ ഏത് തരക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പാലക്കാട്ട് കൊണ്ട് നിർത്തി വിജയിപ്പിച്ചത്. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരു യുവ നേതാവ്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ഇതുപോലെ വഷളായ ഒരു ആരോപണത്തിൽ കുടുങ്ങുന്നു.
പക്ഷേ അത് കോൺഗ്രസ്സിന് അത്ര അധികം ഡാമേജ് ഉണ്ടാക്കിയിട്ടില്ല. രാഹുലിന് പേഴ്സണലായിട്ട് ഉണ്ടാക്കിയെങ്കിൽ പോലും. കാരണം എന്ന് വെച്ചാൽ ഈ ആരോപണം വന്ന ആദ്യത്തെ മിനിറ്റിൽ തന്നെ ഇയാളെ തള്ളിപ്പറയുകയും അയാളെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതുകൂടാതെ ആ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ തന്നെ അദ്ദേഹത്തെ പുറത്താക്കി. അതുകൊണ്ട് അതിൻ്റെ ഡാമേജ് ഇല്ലെന്നല്ല പറഞ്ഞത്, പക്ഷേ എന്നാലും അത്ര ഭീകരമായിട്ട് യു ഡി എഫിന് കോൺഗ്രസ്സിന് ഏറ്റില്ല. ജമാഅത്ത് ഇസ്ലാമി ബന്ധം തീർച്ചയായിട്ടും ചർച്ചാ വിഷയം തന്നെയാണ്. പക്ഷേ മറുഭാഗത്തുണ്ടായിട്ടുള്ള പല പല വിഷയങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയമായിട്ട് വന്നില്ല. ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കൂട്ടുചേരേണ്ടത് യു ഡി എഫിൻ്റെ വിജയത്തിന് അനിവാര്യമല്ല എന്ന് മാത്രമല്ല അനാവശ്യവുമാണ്, ഒരു കാര്യമുള്ള കാര്യമല്ല. പക്ഷേ എങ്കിൽ പോലും അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്നൊരു ട്രെൻഡ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാര്യമായിട്ട് വന്നു. പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും അത് അത്ര വലിയൊരു വിഷയമായിട്ട് മാറിയില്ല. അത് ഒരു വിഷയമാക്കി മാറ്റാൻ ശ്രമിച്ചിരുന്നു വെള്ളാപ്പള്ളി നടേശൻ അല്ലെങ്കിൽ പിണറായി വിജയനൊക്കെ ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും ഒരു പരിധിക്കപ്പുറത്ത് അത് ഏശിയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അതിനിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏശുമോ എന്നുള്ള വേറൊരു കാര്യമാണ്. പക്ഷേ ആസ് ഓൺ ടുഡേ അത് അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകൾ അതിൽ സത്യത്തിൻ്റെ എലമെൻ്റ് എത്രയുണ്ട് എന്നുള്ള വേറെ കാര്യമാണ്. അദ്ദേഹം പറയുന്നത് പൂർണ്ണമായിട്ടും തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എങ്കിൽ പോലും അത് സംസ്ഥാനത്ത് വലിയ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പോലും എൽ ഡി എഫിനെ പ്രത്യേകിച്ച് സി പി എമ്മിനെ ഭയങ്കരമായിട്ട് ബാധിച്ചു. കാരണം വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന അഭിപ്രായങ്ങളുടെ അവകാശം അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തെ കാറിൽ കയറ്റിയ മുഖ്യമന്ത്രിക്കും കൂടി അവകാശപ്പെട്ടാണ് എന്നൊരു ധാരണ വരുന്നു. അത് കേരളത്തിൽ മുസ്ലിം സമുദായത്തെ പരിപൂർണമായിട്ടും, അതായത് 99% ആൾക്കാരെ എൽ ഡി എഫിനും സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും എതിരായിട്ട് തിരിക്കാനായിട്ട് അത് സഹായിച്ചു. അപ്പോൾ കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ നോക്കിയാലും മുസ്ലിം വോട്ട് നിർണായകമാണ്. മധ്യ തിരുവിതാംകൂറിലെ ചില മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും പ്രധാനമാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു മതവിഭാഗത്തെ പരിപൂർണമായിട്ടും വെറുപ്പിച്ചു എന്നുള്ളതാണ് ഇതുകൊണ്ടുണ്ടായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ളൊരു പ്രത്യാഘാതം. അതിന് ഇനിയിപ്പോൾ വെറുപ്പിച്ചു എന്നുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അതിന് തത്തുല്യമായിട്ട് മറുഭാഗത്ത് നിന്ന് വോട്ട് കിട്ടുമോ എന്നുള്ള ഒരു പ്രധാന വിഷയമാണ്. ഇന്ന് EMSൻ്റെ കാലത്ത് ശരിയത്ത് നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണം എന്ന നിലപാടെടുത്തപ്പോൾ അത് മറുവിഭാഗത്ത് നിന്ന് വലിയ പിന്തുണ കിട്ടി. ഇതുപോലെ ഒരു പിന്തുണ ഇന്നത്തെ നിലയ്ക്ക് കിട്ടുമോ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ട വോട്ടുകൾ മറുഭാഗത്ത് നിന്ന് വീണ്ടെടുക്കാൻ പറ്റുമോ, അതിനുള്ളൊരു ശ്രമമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ആ രീതിയിൽ ഫലപ്രദമായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. അല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ശരിയത്ത് വിവാദമൊക്കെ ആത്യന്തികമായിട്ട് എൽ ഡി എഫിനാണ് ഗുണം ചെയ്തത്. പക്ഷേ അതുപോലൊരു വൈകാരികമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യം ഇപ്പോൾ കേരളത്തിലില്ല എന്നുള്ളതാണ് അതിൻ്റെ കഷ്ടം. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ എല്ലായ്പ്പോഴും എൽ ഡി എഫിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സർക്കാരിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മെറിറ്റ് സർക്കാരിന് അവകാശപ്പെടാൻ പറ്റിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവരെ ജയിപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുള്ളത്. അതേ സമയത്ത് തന്നെ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി കൂടിയുണ്ട്. നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മറിയക്കുട്ടി ചട്ടി പിടിച്ച സമരം ഓർമ്മയില്ലേ? അതൊക്കെ എൽ ഡി എഫിന് വലിയ ദോഷം ചെയ്തു. പരമ്പരാഗതമായിട്ട് എൽ ഡി എഫിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ആളുകളെ വെറുപ്പിക്കാനായിട്ടും അകറ്റാനായിട്ടും അത് സഹായിച്ചു. അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ക്ഷാമബത്ത കുടിശ്ശിക സമയത്ത് കിട്ടാത്തത്, ഏത് കാലത്തും എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു ബേസ് എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അവരുടെ കുടുംബങ്ങളും. അപ്പോൾ ആ ഭാഗത്തൊക്കെ വലിയ അമർഷം സർക്കാരിനെതിരായിട്ടുണ്ട്. പക്ഷെ അവർക്ക് പരസ്യമായിട്ട് അത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. അവരിപ്പോഴും പാർട്ടിയുടെ ഒരു കുടക്കീഴിൽ നിൽക്കുന്നവരായതുകൊണ്ട്. പക്ഷേ അവർ വോട്ട് ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ആ യന്ത്രത്തിൽ അവർ പണി കൊടുക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ ഭരണത്തെ എതിർക്കുക, സർക്കാരിൻ്റെ പരാധീനതകൾ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ സതീശൻ നല്ലപോലെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹം VS അച്യുതാനന്ദനെ പോലെ അത്ര ജനകീയനായ ഒരു പ്രതിപക്ഷ നേതാവല്ല. പക്ഷേ ഒരു പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ സമീപകാലത്തുണ്ടായ എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും വെല്ലുന്ന രീതിയിലുള്ളൊരു പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. നിയമസഭയ്ക്കകത്ത് ഒരുപക്ഷെ വല്ല PT ചാക്കോയോ അങ്ങനെ വല്ലതുമൊക്കെ ഇദ്ദേഹത്തെക്കാൾ മികച്ച രീതിയിൽ പെർഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നിയമസഭയ്ക്കകത്ത് അതിശക്തനായ ഒരു പ്രതിപക്ഷ നേതാവാണ്. പുറത്തും ഈ മാതിരി വിഷയങ്ങൾ പത്രമാധ്യമത്തിൽ കൂടിയൊക്കെ അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലിൽ കൂടിയൊക്കെ ശക്തമായിട്ട് ഉന്നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിക്ക് അടക്കം മറ്റു മന്ത്രിമാർക്കൊക്കെ പ്രയാസം പറയാൻ, മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു തലത്തിലേക്ക് വളർത്തിയെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. CPM-നെ സംബന്ധിച്ചിടത്തോളം നയിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും എന്നുള്ള ഇതിനകത്ത് വ്യക്തമായി കഴിഞ്ഞു. മൂന്നാം ഊഴത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമമാണ്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യത്തിൻ്റെ അനാരോഗ്യത്തിൻ്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്നത്തെ നിലയ്ക്ക് പാർട്ടിയെയോ മുന്നണിയോ നയിക്കാനുള്ള ശാരീരികമോ മാനസികവുമായിട്ടുള്ള ഒരു അവസ്ഥ അദ്ദേഹത്തിന് ഇല്ലെന്നുള്ളതാണ് സത്യം. പക്ഷേ അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടില്ല. അതാണൊരു പ്രശ്നം. അതിന് ജനകീയമായൊരു മുഖം മാത്രം പോരാ, ഈ ആണ് നയിക്കാൻ നല്ലത് എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകണം. ഇപ്പോൾ ശൈലജ ടീച്ചറായാലും കുഴപ്പമില്ല, രാജീവായാലും കുഴപ്പമില്ല.
ഇനി റിയാസായാലും നമുക്ക് വിരോധമൊന്നുമില്ല. ഈ വന്ന ആൾ ശക്തനായിരിക്കണം. UDFൻ്റെ അഴിമതിയിൽ നിന്നും അല്ലെങ്കിൽ BJPയുടെ വർഗീയതയിൽ നിന്നും ജനങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പരമ്പരാഗത മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരാളായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒരാളാണ് എന്ന് തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകണം. അതില്ലാത്തിടത്തോളം കാലം ആളുകൾ പരമ്പരാഗതമായിട്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും വിശ്വസിച്ച് ഈ പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനായിട്ട് മടിക്കും. യുവാക്കൾക്ക് കൂടുതൽ അവസരം കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഒരു പാർട്ടിയിലും വ്യത്യാസമില്ല. കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും BJP ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും അവരൊക്കെ പറയുന്നത് സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകണം, ചെറുപ്പക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകണം എന്നാണ്. പക്ഷേ ഈ സ്ഥാനമാനങ്ങൾ പങ്കിട്ട് വരുമ്പോൾ അതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് കുറേ കൂടിയൊക്കെ സ്ത്രീകളെ പരിഗണിക്കുന്നത്. ജയസാധ്യതയുള്ള സീറ്റുകളിൽ അടക്കം സ്ത്രീകളെ സ്ഥാനാർത്ഥികളാക്കുന്നത്. കോൺഗ്രസ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല. കാക്ക കുത്താത്ത സീറ്റ് അല്ലെങ്കിൽ ആട് കടിക്കാത്ത സീറ്റുകളാണ് സ്ത്രീകൾക്ക് കൊടുക്കുക. ചെറുപ്പക്കാർക്ക് കൊടുക്കുന്നത് അതിനേക്കാൾ കഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ LDFൽ നിന്ന് കുറേ ചെറുപ്പക്കാരൊക്കെ നിയമസഭയിൽ എത്തിയിട്ടുണ്ട്, പാർലമെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. കോൺഗ്രസ്സിൽ അങ്ങനെയല്ല. കോൺഗ്രസ് ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ ജയം എന്താണ് അടുത്തെത്തി, നമ്മൾ സർക്കാരാണ് വരാൻ പോകുന്നത് എന്നുള്ള തോന്നലുണ്ടായി കഴിഞ്ഞാൽ വളരെ പ്രായാധിക്യം ബാധിച്ച ആളുകളൊക്കെ തന്നെയും തലമുടി മീശയൊക്കെ ഡൈ ചെയ്ത് ഞങ്ങൾ ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ട് എന്ന രീതിയിൽ വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ തീർത്തും അനഭിലഷണീയമായിട്ടുള്ള ഒരു പ്രവണതയാണ്. ഞാൻ പറഞ്ഞത് ഈ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബെറ്റ് വയ്ക്കുമ്പോൾ പന്തയ കുതിരക്കായിരിക്കുമല്ലോ ബെറ്റ് വയ്ക്കുക, അല്ലാതെ ഞൊണ്ടി കുതിരക്കല്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അതൊക്കെ അവർ തന്നെ ആലോചിക്കേണ്ട കാര്യം. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അത് പിളർന്ന് ഇപ്പോൾ ഏതാണ്ട് 12 പാർട്ടി മാറ്റുപോയി. ഈ ജോസ് കെ മാണിയുടെ പാർട്ടി മുതൽക്ക് സ്കറിയ തോമസിൻ്റെ പാർട്ടി വരെ ഉണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് അത് വളരെ ശ്രമകരമാണ്. ഏതായാലും കേരള കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്നുകൂടി പിളരേണ്ടത് അനിവാര്യമാണ്. ജോസ് കെ മാണിയുടെയും റോഷി അഗസ്റ്റിൻ്റെയും ഗ്രൂപ്പുകളായിട്ട് പിളരാം. ജോസഫ് ഗ്രൂപ്പ് ആണെങ്കിൽ സ്വന്തമായിട്ട് ഒന്നുകൂടി പിളരാം എന്നുള്ള രീതിയിൽ നിൽക്കണം. P. ജോസഫിൻ്റെ മകൻ ഒരു ഭാഗത്ത്, മോൻസ് ജോസഫ് മറുഭാഗത്ത്. കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രസിദ്ധമായ ഈരടിയുണ്ട്, പട്ടി വെറും പാർട്ടി പിളരും എന്ന്. അപ്പോൾ അത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അന്വർത്ഥമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 കേരള കോൺഗ്രസുകളും വേണമെങ്കിൽ ഓരോ പ്രാവശ്യം പിളരാം എന്ന രീതിയിൽ നിൽക്കുക. പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് BJPയുടെ വിജയസാധ്യത നിലകൊള്ളുന്നത്. BJPക്ക് ശക്തമായിട്ട് അടിത്തറയുള്ള അല്ലെങ്കിൽ വോട്ട് പിടിക്കാവുന്ന, ഓളം ഉണ്ടാക്കാവുന്ന മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. പഴയ പോലെയല്ല. തിരുവനന്തപുരം ജില്ലയിലെ ചില മണ്ഡലങ്ങൾ, ഉദാഹരണത്തിന് തിരുവനന്തപുരം സെൻട്രൽ, അതിനേക്കാൾ വട്ടിയൂർക്കാവ്, പിന്നെ നേമം, കഴക്കൂട്ടം, അങ്ങനെയുള്ള മണ്ഡലങ്ങളുണ്ട്. പിന്നെ ആറ്റിങ്ങൽ പോലെയുള്ള സംവരണ മണ്ഡലങ്ങളുണ്ട്. കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരുണ്ട്. എറണാകുളം ജില്ലയിൽ അമ്പലപ്പുഴ, തൃപ്പൂണിത്തുറ, ഒരു പരിധിവരെ പറവൂർ. തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, മണലൂർ, ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിലൊക്കെ അവർക്ക് വലിയ ഓളം ഉണ്ടാക്കാൻ പറ്റും. ജയിക്കണം എന്ന് നിർബന്ധമില്ല, എങ്കിൽ പോലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയും. അതുപോലെ കോഴിക്കോട് സൗത്ത്, നോർത്ത് ജയിക്കാൻ പറ്റില്ല, പക്ഷേ ഒരു വലിയ ഇളക്കം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് 140 മണ്ഡലത്തിൽ ഒരുപോലെ ശക്തി കേന്ദ്രീകരിക്കാതെ ഈ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, അവരുടെ ഭാഷ പറഞ്ഞാൽ A ക്ലാസ് മണ്ഡലങ്ങൾ, കാസർഗോഡ്, മഞ്ചേശ്വരം, ഇങ്ങനെയൊക്കെയുള്ള മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് ഭേദപ്പെട്ട സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് നന്നായിട്ട് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ജയസാധ്യത പോലുമുണ്ട്. ജയിച്ചില്ലെങ്കിൽ പോലും 2ാം സ്ഥാനത്ത് എത്താവുന്ന, അല്ലെങ്കിൽ വളരെ ശക്തമായ ഒരു നിലയിൽ അവരുടെ സാന്നിധ്യം തെളിയിക്കാവുന്ന മണ്ഡലങ്ങളുണ്ട്. 140 മണ്ഡലത്തിലും ഒരുപോലെ പ്രവർത്തിച്ച് മുന്നേറാനുള്ള കഴിവോ ശേഷിയോ ഒന്നും ഇന്നത്തെ നിലയ്ക്ക് BJPക്കില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അവർ കുറച്ചും കൂടി നന്നായിട്ട് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കും, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും, അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്യും, പണം ചെലവഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ. പണം വെറുതെ ചെലവഴിച്ചിട്ട് കാര്യമില്ല, ബുദ്ധിപൂർവ്വം ചെലവഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ മണ്ഡലങ്ങളിൽ ചിലതൊക്കെ ജയിക്കാൻ സാധ്യത. കോൺഗ്രസ്സിൽ ഏത് കാലത്തും ഈ സ്ഥാനാർത്ഥി നിർണ്ണയവും കുതികാലുവെട്ടും വളരെ പുതുമയുള്ള കാര്യമൊന്നുമല്ല, എല്ലാ തവണയും ഉള്ളതാണ്. അത് ഇത്തവണയും ഉണ്ടാകും. പിന്നെ ഈ സ്ഥാനാർത്ഥികൾ തീരെ ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവരെ ഈ സ്ഥാനാർത്ഥികളെ ജനങ്ങൾ തീർച്ചയായിട്ടും വേലിപ്പുറത്ത് നിർത്തും. അതല്ല, ഒരുമാതിരി ഒപ്പിക്കാവുന്ന സ്ഥാനാർത്ഥികളാണെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യും. കാരണം ഈ സർക്കാർ പോകേണ്ടത് സത്യത്തിൽ കോൺഗ്രസ്സുകാരുടെ ആവശ്യമല്ല, BJPക്കാരുടെ ആവശ്യമല്ല, ജനങ്ങളുടെ ആവശ്യം. ആ രീതിയിലുള്ള ചിന്ത കൊണ്ടാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് ഈ രീതിയിലുള്ള റിസൾട്ട് ഉണ്ടായത്. ജനങ്ങൾ അവരുടെ ഒരു താല്പര്യമായിട്ട്, അവരുടെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്ത് UDFന് വോട്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് UDF ജയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഒരു സാഹചര്യം നിലവിലുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇനി കോൺഗ്രസ്സുകാർ എത്ര വൃത്തികെട്ടവന്മാരാണെങ്കിലും, എത്ര വഷളന്മാരാണെങ്കിലും, എത്ര ആഭാസന്മാരാണെങ്കിലും ജനങ്ങൾ ക്യൂ നിന്ന് അവരെ തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അവരുടെ നാവ്
സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. ഇത് പി.സി. ജോർജോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ മണിയാശാനൊന്നുമല്ല. EMS നമ്പൂതിരിപ്പാടിനും ഉണ്ടായ നാക്കുപിഴ അല്ലെങ്കിൽ എഴുത്തുപിഴയൊക്കെ തന്നെ ചിലപ്പോൾ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. EMS ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനം അത് വ്യാപകമായിട്ട് ചില പ്രത്യേക സമുദായക്കാരുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെടുകയും അത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയിലേക്ക് പോവുകയൊക്കെ ചെയ്ത സംഭവങ്ങളുണ്ടായിട്ട്. അപ്പോൾ EMS അടക്കമുള്ള ആളുകൾക്ക് ഇതുപോലത്തെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. നാക്കുപിഴ പറ്റിയിട്ടുണ്ട്, വാക്കുപിഴ പറ്റിയിട്ടുണ്ട്, എഴുത്തുപിഴ പറ്റിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് ഇന്നത്തെ നിലയ്ക്ക് UDFന് ഒരു വലിയ മേൽക്കൈയുണ്ട്. അത് അവരുടെ ഇടയിൽ വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. അമിത ആത്മവിശ്വാസം എന്ന് തന്നെ പറയാവുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. 100 സീറ്റ് കിട്ടും എന്ന് VD സതീശൻ പറയുന്നത് അഹങ്കാരം കൊണ്ടല്ല, ആത്മവിശ്വാസം കൊണ്ടാണ്. പക്ഷേ 100 സീറ്റിൽ നിന്നോളുന്നില്ല, അതിൽ കൂടുതൽ കിട്ടാനും സാധ്യതയുണ്ട്. 105 കടന്നാൽ വേറൊരു പ്രത്യേകതയുണ്ട്. പിന്നെ ഇടതുപക്ഷക്കാർക്ക് രാജ്യസഭയിലേക്ക് ഒരാളെ അയക്കാൻ പറ്റാത്ത സാഹചര്യം വരും. 105 കേരള നിയമസഭയെ സംബന്ധിച്ചിടത്തോളം മാന്ത്രിക സംഖ്യ. 105 സമീപകാലത്തൊന്നും ഒരു പാർട്ടിയും എത്തിയിട്ടില്ല. 1977 ശേഷം ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും 105 കടക്കാൻ പറ്റിയിട്ടില്ല. 105 കടന്നു പോയാലും അത്ഭുതപ്പെടാനില്ല. പിന്നെ കോൺഗ്രസ്സുകാരായതുകൊണ്ട് കാല് വരിയും വേല വെച്ചും കുതികാല് വെട്ടിയും കുറച്ച് പേരെ അവർ തന്നെ തോപ്പിക്കും. അതുകൊണ്ട് ഒരു 90-ൻ്റെ അടുത്തേക്ക് എത്താനാണ് ഞാൻ നോക്കിയിട്ട് സാധ്യത കാണുന്നത്.